സഹോദര കഴിയും. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കട്ടെ. അവിടെ അള്ളാഹു പറയാണ് പിശാച് കടന്നു വന്നു. ആ കടന്നു വന്ന പിശാച് അള്ളാഹു പറഞ്ഞ പഴം കഴിക്കാതിരുന്ന ആദം ഹവ്വ ദമ്പതികളോട് ആ പിശാച് വന്നിട്ട് പറഞ്ഞു, ഓ ആദമേ ഫഖുൽനായ ആദം ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബില. നിങ്ങൾക്കൊരിക്കലും ഐശ്വര്യം മാറിപ്പോകാത്ത എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാന്ത്രിക മരത്തിന്റെ പഴം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ടെയോ? പിശാച് അങ്ങനെയാണ് പറഞ്ഞത്. ആ മരം അല്ലാഹു പഴം കഴിക്കരുതെന്ന് പറഞ്ഞ മരം മാന്ത്രിക മരമാണ്. ശജറത്തുൽ ഖുൽദ് മാന്ത്രിക മരമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ അത് കടിച്ചാൽ പിന്നെ നിങ്ങൾ മലക്കായി പോവും. അല്ലാഹുവിനെ നിങ്ങളെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു ഇത് കഴിക്കരുതെന്ന് പറഞ്ഞത്. ആ പിശാച് ദുർബോധനം നൽകി. ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വത്തക്ക വിവാദമാണ് ഞാൻ പറയണത്. അതിന്റെ തുടക്കം ഞാൻ ഖുർആനിൽ നിന്ന് തോണ്ടിയെടുക്കാൻ. ആദ്യം വന്നത് പിശാചാണ്. ഞാൻ ചുമ്മാ അങ്ങനെ വായിട്ടലക്കാനല്ല. ഇതൊക്കെ എവിടെ നിന്നാണ് ഈ വത്തക്കയും മത്തക്കയൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിനെ അടിവേര് തോണ്ടി വരികയാണ്. ആദ്യമായിട്ട് ഈ വിവാദമുണ്ടാക്കിയത് പിശാചാൻ. ആദ്യമായി വിവാദമുണ്ടാക്കിയത് പിശാചാൻ. മര്യാദക്ക് ജീവിച്ചിരുന്ന ആദം ഹവ്വ ദമ്പതികളുടെ ഇടയിലോട്ട് കടന്നു വന്ന പിശാച് അവരോട് പറഞ്ഞ, ആദമേ ആ പരത്തിൽ നിന്ന് പഴം കടിക്കരുതെന്ന് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങളുടെ സൗഭാഗ്യം നഷ്ടപ്പെട്ടത് പോകും എന്നതുകൊണ്ടാണ്. ഇന്നും പിശാചിന്റെ ആധുനിക രൂപങ്ങൾ പറയുന്നത് അതാണ്. മുസ്ലിം പെണ്ണെ, മാറിടം തുറക്ക്, തലമറക്കാതിരിക്ക്, ലെഗിൻസ് ധരിക്ക്. നിനക്ക് കിട്ടാൻ പോകുന്ന വലിയ സ്വാതന്ത്ര്യത്തിന്റെ കൂച്ചുവലങ്ങൾ ഈ മതപുരോഹിതന്മാരുടെ മതവൃത്താന്തങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചിട്ട് വെളിയിലേക്ക് വാ എന്ന് പിശാചുക്കൾ ഒരിക്കൽ കൂടി വിളിച്ചു പറയുമ്പോ ആദ്യമായി വിവാദമുണ്ടാക്കിയത് പിശാചാൻ. മര്യാദക്ക് ജീവിച്ചിരുന്ന, സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചിരുന്ന, സന്തോഷത്തോടെ ജീവിച്ചിരുന്ന, അനുഗ്രഹത്തോടെ ജീവിച്ചിരുന്ന ഒരു ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ പിശാച് കടന്നു വന്നിട്ട് പറഞ്ഞു, അല്ലാഹു ഈ പഴം കഴിക്കരുതെന്ന് പറഞ്ഞത് ഇല്ലാ അൻ തകൂനാ മലക്കൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ. സൂറത്തുൽ അഅറാഫ്. ഈ പഴം കഴിച്ചാൽ പിന്നെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാൻ അല്ലാഹുക്ക് പോലും പറ്റൂല. അല്ലെങ്കിൽ നിങ്ങൾ മലക്കുകളായി പോകും. എന്റെ സഹോദരിമാരെ നന്നായിട്ട് കേൾക്കണം. അതുകൊണ്ടാണ് കഴിക്കരുതെന്ന് പറഞ്ഞപ്പോ പിശാച് അവരോട് പറഞ്ഞു, ആദമേ ആ പഴം കടിക്ക്, ഹവ്വ ആ പഴം കടിക്ക്. പിശാച് പ്രേരണ ചെലുത്തി. കൊടുക്ക് കേസ്, കൊടുക്ക് മയറ് എന്ന് പറഞ്ഞ് പ്രേരണ ചെലുത്തുന്നത് പോലെ പിശാച് പ്രേരണ ചെലുത്താൻ തുടങ്ങി. മുസ്ലിം പെണ്ണിനെ തുള്ളിക്കാനുള്ള പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം അതാദ്യം വന്നത് ഭൂമിയിലായിരുന്നില്ല, സ്വർഗത്തിലായിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വ ബീബി റളിയല്ലാഹു തആല അൻഹയും പിശാചിന്റെ ഈ വലിയ വാഗ്ദാനം കേട്ട്, പൊടിപ്പും തൊങ്ങലുമുള്ള വർത്താനം കേട്ട് അവര് രണ്ടുപേരും വിലക്ക പഴം കഴിച്ചു. പടച്ചോനെ, നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ അല്ലാഹുവേ. നമ്മള് വാപ്പ ചെവിയിൽ വെച്ച് ഓദിക്കുന്ന കാലം വരെ പറയണ സംഭവം ഇതാണ് ഖുർആൻ. നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ, ഫഅകലാ മിൻഹാ. ആദം നബിയും ഹവ്വ ബീബി റളിയല്ലാഹു തആല അൻഹുമാ അവര് രണ്ടുപേരും വിലക്കപ്പെട്ട കനി വെട്ടിച്ചപ്പോ ബദത് ലഹുമാ സൗആതുഹുമാ. അവര് രണ്ടുപേരുടെയും ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഊരിമാറിയിട്ട് അവര് രണ്ടുപേരും പരിപൂർണ നഗ്നരായി മാറി. ഇത് അഹമ്മദ് കബീർ വെറുതെ പറയുന്ന കഥയല്ല. ഇത് ആധികാരികതയില്ലാത്ത ചരിത്രമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫഅകലാ മിൻഹാ. അവര് രണ്ടുപേരും ആ പഴം കഴിച്ചപ്പോ ബദത് ലഹുമാ സൗആതുഹുമാ. അവര് രണ്ടുപേരും വസ്ത്രത്തിൽ ധരിച്ചിരുന്ന വസ്ത്രമൂരി മാറി. അവര് രണ്ടുപേരും ആദം നബി ഹവ്വ ബീവി പരിപൂർണ നഗ്നരായി മാറി. അവരുടെ ഔറത്ത് വെളിവാക്കപ്പെട്ടപ്പോ പരിഭ്രാന്തിയോടെ ആദം നബി ഹവ്വ ബീവിയും വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. അവര് പെട്ടെന്ന് നാണം മറക്കാൻ വേണ്ടി അവര് നിന്നിരുന്ന ആ മരത്തിന്റെ ഇല പറിച്ചിട്ട് അവര് നാണം മറക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആധുനിക ലോകത്തിന്റെ വസ്ത്രധാരണത്തിന്റെ വിവാദത്തിന്റെ നടുവിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇബ്ലീസ് ആദ്യമായി ലോകത്തും മനുഷ്യകുലത്തോട് ചെയ്ത അപരാധം, മാനവരാശിയോട് പിശാച് ചെയ്ത ഏറ്റവും വലിയ അപരാധം അവനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കൽ മാത്രം
മാത്രമല്ല, മനുഷ്യന്റെ നഗ്നത വെളിവാക്കി അവന്റെ വസ്ത്രത്തിൽ പരിപൂർണ നഗ്നത വെളിവാക്കുക എന്ന ആദ്യത്തെ തന്ത്രം മനുഷ്യകുലത്തോട് പ്രയോഗിച്ചത് പിശാചാണ്. ആദ്യമായി പ്രയോഗിച്ചത് പിശാചാണ്. ഇബ്ലീസിന്റെ തന്ത്രമായിരുന്നു. മാന്യമായി നാണം മറച്ച്, മാന്യമായി ഔറത്ത് മറച്ച്, മാന്യമായ വേഷവിധാനം നടത്തി സ്വർഗത്തിൽ സമാധാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യകുലത്തെ ആദ്യമായി വിവസ്ത്രരാക്കി, അവരുടെ ഔറത്തിനെ വെളിവാക്കി, അവരുടെ മാറു തുറന്നു കാണിച്ച് മാറു തുറക്കലെ സമരം ഉണ്ടാക്കിയത് ആദ്യമായി ലോകത്ത് നടത്തിയത് പിശാചായിരുന്നുവല്ലോ. ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ചിലപ്പോൾ കബീർ ബാക്കവിയുടെ ഈ പ്രസംഗം നാളെ യൂട്യൂബിൽ വന്നാൽ പുരോഗമനവാദികൾ പറഞ്ഞേക്കാം, ആദ്യമായി പിശാചാണോ ഇത് ചെയ്തത്? ഈ മുലിയാർക്ക് അലമുറയിടാതിരുന്നുകൂടെ? ഞാൻ ആദ്യം തന്നെ ലോകത്തോട് പറയുകയാണ്, ഈ പറയുന്നത് ആരോടെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ നിയമം പറഞ്ഞത്, തല മറക്കണമെന്ന് പറഞ്ഞത്, ഔറത്ത് മറക്കണമെന്ന് പറഞ്ഞത്, അന്യ പുരുഷനോട് കൂട്ടാടരുതെന്ന് പറഞ്ഞത്, അന്യ ആണും പെണ്ണും തമ്മിൽ കൂടിക്കലരുതെന്ന് പറഞ്ഞത് ആരോടാണ് അല്ലാഹു പറഞ്ഞത്? ആരോടാണ് പ്രബോധകര് പറഞ്ഞത്? വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളിന ഫുറൂജഹുന്ന. ഓ നബിയെ പറഞ്ഞു കൊടുക്കുക. ആരോടാണ് നബിയെ മതത്തിന്റെ നിയമങ്ങൾ പറയേണ്ടത്? കുല്ലിൽ മുഅ്മിനാതി, അല്ലാഹുവിൽ വിശ്വാസമുള്ള, ഖബറിൽ വിശ്വാസമുള്ള, പരലോകത്തിൽ വിശ്വാസമുള്ള വിശ്വാസികളായ സ്ത്രീകളോട് പറയും നബിയെ, ഞങ്ങൾ പ്രബോധനം ചെയ്യുന്നത്, ഖുർആൻ പറയുന്നത്, മാറുമറക്കാൻ പറയുന്നത്, തലമറക്കാൻ പറയുന്നത് മുഅ്മിനാതി, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോടാണ്. മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരോടാണ്. മുസ്ലിമായി ജനിച്ചവളോട് മാത്രമല്ല, മുസ്ലിമിന്റെ പേരുള്ളവളോട് മാത്രമല്ല, മുസ്ലിം നാമം പേറിയവളോടല്ല. നിനക്ക് ആടാം, നിനക്ക് പാടാം, നിനക്ക് മാറു തുറക്കാം, നിനക്ക് മാറ് അടക്കാം, നിനക്ക് മുഖം മറക്കാം, മറക്കാതിരിക്കാം, ലെഗിൻസ് ധരിക്കാം, ട്രൗസർ ധരിക്കാം, ഒന്നുമില്ലാതെ നടക്കാം. പൂജാപേര് പണ്ട് ഒന്നുമില്ലാതെ നഗരത്തിലൂടെ പ്രയാണം ചെയ്തിട്ടില്ലേ? ആരാണ് കല്ലെറിഞ്ഞത്? അന്ന് നഗരത്തിലെ പണ്ഡിതന്മാര് കല്ലെറിഞ്ഞുവോ? അന്ന് പ്രബോധകര് തടസ്സം നിന്നുവോ? തുണിയില്ലാതെ നടന്നിട്ടുണ്ട് പെണ്ണ്, തുണിയില്ലാതെ ഓടിയിട്ടുണ്ട് പെണ്ണ്, മാറി തുറന്നിട്ടുണ്ട് പെണ്ണ്. അവരെ ഒന്നും കല്ലെറിയാൻ പ്രബോധകര് വന്നിട്ടില്ല. ആരോടാണ് മതത്തിന്റെ നിയമം പറയുന്നത്? ആ പറയുന്നതിൽ മുഅ്മിനാതി, അല്ലാഹുവിൽ വിശ്വാസമുള്ള പെൺകുട്ടികളോട് പറയും നബിയെ. പിന്നെന്തിനാണ് നിങ്ങൾ കുതിച്ചു ചാടുന്നത്? പിന്നെന്തിനാണ് നിങ്ങൾ ആക്രമിക്കാൻ വരുന്നത്? മതനിയമങ്ങൾ മതവിശ്വാസികൾക്ക് മാത്രം ബാധകമാണ്. ഒരിട്ടപ്പെട്ട മതമനുസരിച്ച് ജീവിക്കുവാനും അതിനെ പ്രബോധനം ചെയ്യാനും ഇന്ത്യയുടെ ഭരണഘടന അനുവാദം തന്നിട്ടുണ്ട്. ആ അനുവാദത്തിന്റെ ഉള്ളിൽ നിന്ന് അവരോടാണ് പറയുന്നത്, അല്ലാത്തവർക്ക് ബാധകമല്ല. ഞങ്ങൾ ലെഗിൻസ് അല്ല, ട്രൗസർ വേണമെങ്കിലും ധരിക്കുമെന്ന് പറഞ്ഞവർക്ക് ബാധകമില്ല, മാറ് തുറന്ന് കാണിച്ചവർക്ക് ബാധകമല്ല. ഇത് പറയുന്നത് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരോടാണ്, ഇത് മതവിശ്വാസികളോടാണ്. അതുകൊണ്ട് ഖുർആൻ തന്നെ പറയുകയാ, ആദ്യമായി പിശാച് മനുഷ്യനോട് ചെയ്ത അപരാധം അവന്റെ നഗ്നത വെളിവാക്കലായിരുന്നു, അവന്റെ വസ്ത്രങ്ങളെ വലിച്ചെറിയലായിരുന്നു. അങ്ങനെയാണ് ആദം ഹവ്വാ ദമ്പതികൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ പിശാചുക്കളെ തിരിച്ചറിയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഏതെന്നറിയോ? അങ്ങനെ പിശാചിന്റെ കെണിയിൽപ്പെട്ട് ആദം നബി ഹവ്വാ ബീവി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോ ആ ചരിത്രത്തിന്റെ പശ്ചാത്തലം വെച്ച് അല്ലാഹു ലോകാവസാനം വരെ വരുന്ന ആണിനോടും പെണ്ണിനോടും പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആയത്ത് തന്നെ ഞാൻ ഓതിത്തരട്ടെയോ? ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിന്റെ വെളിച്ചത്തിൽ അല്ലാഹു പറയുകയാണ്, യാ ബനീ ആദം, ഓ ആദമിന്റെ മക്കളെ, ഓ ആദം സന്തതികളെ, സ്വർഗത്തിൽ നിന്ന് പിശാചിന്റെ കെണിയിൽപ്പെട്ട് പുറത്താകേണ്ടി വന്ന ആദം ഹവ്വാ ദമ്പതികളെ, ലാ യഫ്തിനന്നകും ശൈത്വാൻ, ജീവിതത്തിൽ ഒരിക്കലും ഈ പിശാച് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ ചരിത്രം പറഞ്ഞിട്ടാണ് അല്ലാഹു പറഞ്ഞത്, ലാ യഫ്തിനന്നകും ശൈത്വാൻ, ഈ പിശാച് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. ഏതുപോലെ കമാ
അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗ്ഗത്തിൽ നിന്ന് തുണി ഉരിച്ചു കളഞ്ഞിട്ട് ഈ പിശാച് പുറത്താക്കിയതുപോലെ അവരുടെ മക്കളായ നിങ്ങളെ ഈ പിശാച് ചതിക്കാതിരിക്കട്ടെ. ഈ പിശാചിന്റെ വലയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്, അറിയാതെ മാറ് തുറന്നു പോകരുത്, ഔറത്ത് വെളിവാക്കി പോകരുത്. ഞാൻ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുതേ. കമാ ഖറജ അബവൈകും മിനൽ ജന്ന യൻസി അൻഹുമാ ലിബാസഹുമാ. അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കളുടെ ശരീരത്തിൽ നിന്ന് യൻസി അൻഹുമാ ലിബാസഹുമാ, അവരുടെ വസ്ത്രത്തെ പിശാച് ഊരി മാറ്റിയില്ലയോ? എന്തിനാണ് വസ്ത്രം ഊരി മാറ്റിയത്? മാറ് തുറന്നിട്ട് ലൈവ് വന്നവരൊക്കെ ഒന്നുകൂടി ചിന്തിക്കുക, എന്തിനാണ് വസ്ത്രം ഊരി മാറ്റിയതെന്നറിയുമോ? ലിയുരിയഹുമാ സൗആതിഹിമാ, അവരുടെ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങൾ വെളിവാക്കാൻ വസ്ത്രങ്ങൾ ഊരിമാറ്റി പിശാച് നിങ്ങളുടെ മാതാപിതാക്കളെ ചതിച്ചതുപോലെ നിങ്ങൾ ആ ചതിയിൽ പെടാതിരിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്നെ കേൾക്കാനത്തെ ജനസഞ്ചയത്തോട് പിശാചിന്റെ ആ വലയിൽ പെട്ടുപോകരുത്. പിശാചുക്കൾ അന്ന് പിശാച് സ്വർഗത്തിലാണെങ്കിൽ ഇന്ന് പിശാച് കോഴിക്കോട് അങ്ങാടിയിലാണ്, ഇന്ന് കാസർഗോഡ് നഗരത്തിലാണ്. ആ പിശാചിന്റെ അവതാരങ്ങൾ പല കൊടികളും പിടിച്ച് പല ലേബലുകളിൽ മുസ്ലിം പെണ്ണിന്റെ മുമ്പിലൂടെ വലിച്ചെറിഞ്ഞുകൂടെ, വാരി ചുറ്റിക്കൂടെ, ഞങ്ങളുടെ കൂടെ അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കൂടെ എന്ന് മുസ്ലിം പെണ്ണിന്റെ വസ്ത്രവിധാനം പറഞ്ഞുകൊണ്ട് ഓരിയിടുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഖുർആനിനേക്കാൾ വലിയൊരു മുന്നറിയിപ്പുണ്ടോ? അല്ലാഹു പറഞ്ഞു, സ്വർഗ്ഗത്തിലെ പിശാച് അവസാനിച്ചിട്ടില്ല. ഇന്നഹു യറാകും ഹുവ വഖബീലുഹു, ഇന്നഹു യറാകും, ആ പിശാചും വഖബീലുഹു, അവന്റെ കുടുംബാംഗങ്ങളും. ആ പിശാചിന്റെ കുടുംബത്തിൽ പിറന്ന കുറെ ആളുകളുണ്ട്. ഇതൊന്നും ബാർക്കവി വെറുതെ പറയുന്നതല്ല, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ പിശാചും വഖബീലുഹു, ആ പിശാചിന്റെ കുടുംബാംഗങ്ങളും അവര് നിങ്ങളുടെ ഇടയിലൂടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. അവരെല്ലാവരും നിങ്ങളെ വഴിപഴപ്പിക്കാൻ നോക്കുകയാണ്. ആ സമയത്തൊക്കെ നിങ്ങൾ അതിൽ നിന്ന് മാറി നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ മാനദണ്ഡങ്ങളിലൂടെ നീ നടന്നു പോകണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് വസ്ത്രം എങ്ങനെ ധരിക്കണം, എന്താണ് ധരിക്കേണ്ടത് എന്നത് ഓരോ പൗരന്റെയും അവകാശമാണ്. അവൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ളത് അവൻ അണിഞ്ഞു നടക്കാം, അവൻ വസ്ത്രമില്ലാതെ നടന്നു പോകാം. തടയാൻ ആർക്കും അനുവാദമില്ല. കാരണം ഇതൊരു ഭരണഘടന അവകാശം വെച്ചു കൊടുത്ത, അംഗീകരിച്ചു കൊടുത്ത അവന്റെ അവകാശങ്ങളാണ്. ആ അവകാശങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നന്മയുടെ വഴികളെ കൈവിടാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പറയാണ്, ഇന്നഹു, ആ പിശാചും വഖബീലുഹു, അവന്റെ കുടുംബാംഗങ്ങളും. അതൊക്കെ ആരാന്റെ പേര് നിങ്ങൾ വായിച്ചെടുത്തോണം. ഈ പേര് പറഞ്ഞിട്ട് അടുത്ത കേസ് എന്റെ മേലെ വരണ്ട. ഇത് ഖുർആനാണ്. ഖുർആനിനേക്കാൾ വലിയൊരു മുന്നറിയിപ്പ് ലോകത്ത് അല്ലാഹു നൽകിയിട്ടില്ല. നമ്മളോട് പറയാൻ, കടലുണ്ട് ബേക്കല്, ബീച്ചിൽ പോകുമ്പോ ബോർഡ് കാണും, ആഴമേറിയ ഭാഗമാണ്, ഇറങ്ങരുത് എന്നൊരു ബോർഡ് കണ്ടാൽ നമ്മളവിടെ കാണൂലേ? ഇപ്പോ കാഞ്ഞങ്ങാട് ഈ ബൈപ്പാസ് അങ്ങോട്ടാ പോവാ, കാഞ്ഞങ്ങാട് കാസർഗോഡ് ബൈപ്പാസില് ചില സ്ഥലത്ത് ബോർഡ് കാണാം, 6 മാസത്തിന് ഇവിടെ പൊലിഞ്ഞത് 20 പേർ. എന്താണ് ആ ബോർഡ്? നിങ്ങളുടെ മുമ്പേ വന്ന ആളുകൾ ഇവിടെ പെടഞ്ഞു മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വരുന്ന നിന്റെ സ്പീഡ് കുറയ്ക്കില്ലെങ്കിൽ നീയും പോയി കുഴിയിൽ വീടും. അല്ലാഹു ഖുർആനിൽ ഒരു ബോർഡ് വെക്കാണ് സൂറത്തുൽ അറാഫിൽ, യാ ബനി ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളുടെ വാപ്പയും ഉമ്മയും തുണി ഉരിഞ്ഞിട്ട് പിശാച് സ്വർഗ്ഗത്തിൽ നിന്ന് വെളിയിലാക്കിയിട്ടുണ്ട്. ലാ യഫ്തിനന്നകുമു ശൈത്താൻ, മക്കളെ, നിങ്ങളുടെ വാപ്പയും ഉമ്മയും കെണിയിൽ വീണിച്ച പിശാച് നിങ്ങളെയും വീഴിക്കാതിരിക്കട്ടെ, നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കാവൂ എന്ന് ഖുർആൻ നമ്മോട് മുന്നറിയിപ്പിന്റെ ബോർഡ് തരികയാണ്. അപ്പൊ നമ്മൾ അതിനെ മറികടന്ന് പോകാവോ?
എന്നെ മറികടന്ന് പോകാവോ? പോകാൻ പാടില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അവനും അവന്റെ കുടുംബക്കാരും നിങ്ങളെ വലവീശി നടക്കാൻ, ആ വലവീശി നടക്കുന്ന നിങ്ങൾ അതിലേക്ക് പെടാതിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോഴിക്കോട് ഫറൂഖ് കോളേജിൽ മുൻകഴിഞ്ഞു പോയ പ്രഭാഷകർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരധ്യാപകൻ അദ്ദേഹം ഒരു മതവേദി നടത്ത പരാമർശത്തിന്റെ പേരിലാണ് കേരളം മുഴുവനും ഇളകി മറിഞ്ഞത്. പുരോഗമനവാദികളും അല്ലാത്തവരും വല്ലാതെ വാഗ്വാദത്തിലേടിയത്. സമുദായ സേവനത്തിന്റെ മൂടുപടമണിഞ്ഞ മലങ്കടുകന്മാർ അവർക്ക് ഒത്താശ ചെയ്ത് കടന്നു വന്നത്. എന്നിട്ട് അവർ പിന്നീട് ആ പോസ്റ്റുകൾ തിരുത്തിയത്. രാത്രിയിൽ കോഴിയെ പിടിക്കുകയും ഉച്ചയ്ക്ക് അതിന്റെ പേരിൽ അനുശോചനം അർപ്പിക്കുകയും ചെയ്യുന്ന ഈ പരിപാടി അത്ര വലിയ കപട മതേതരവാദികൾക്ക് നല്ലതല്ല. ഈ മതേതരവാദം വല്ലാതെ കൂടി അതത്ര നല്ലതല്ല. രാത്രിയിൽ കോഴിയെ പിടിക്കുക, അതിനെ കൊന്നു തിന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് അനുശോചനം നടത്തുക, അതത്ര നല്ല പരിപാടിയല്ലെന്ന് മനസ്സിലാകുന്നവരോട് മനസ്സിലാകാത്ത ഭാഷയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫറൂഖ് കോളേജിലെ ഒരു അധ്യാപകൻ അദ്ദേഹം വസ്ത്രത്തിന്റെ രൂപവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയപ്പോ ആ പരാമർശത്തെ ഏറ്റുപിടിച്ച ആളുകൾ, അദ്ദേഹത്തിനെതിരെ കേസെടുത്ത ആളുകൾ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. കേരളം അറിഞ്ഞ മലയാളം അറിഞ്ഞ ഏറ്റവും വലിയ മഹാകവിയായിരുന്ന കുമാരനാശാന്റെ ദുരവസ്ഥ, കുമാരനാശാൻ ദുരവസ്ഥ എഴുതി. ആ ദുരവസ്ഥയിൽ കുമാരനാശാൻ ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയിൽ ചൊന്നിടും ഏറുനാട്ടിൽ എന്ന് കുമാരനാശാൻ ഒരു വരി എഴുതി. ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയിൽ ചേർന്നിടും ഏറനാട്ടിൽ എന്ന് മുസ്ലിമീങ്ങൾക്കെതിരെ മുസ്ലിമീങ്ങൾ ഹൈന്ദവരെ മുഴുവനും കൊല ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ ഒരു കവിത എഴുതി. അന്ന് ജീവിച്ചിരുന്ന മഹാനായ ഒരു സമൂഹത്തിന്റെ തുടിപ്പുകൾ അറിഞ്ഞ് ക്രാന്ത ദാർശനികതയോടെ ഇടപെട്ട ആളെ വെച്ചപ്പോ കേട്ടപ്പോ കയറെടുത്തത് ആളല്ല, പെട്ടെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത നേതാക്കന്മാരില്ല. മഹാനായ മർഹൂം CH മുഹമ്മദ് സാഹിബ് അടക്കം മഹാനായ സീതി സാഹിബ് ഉൾപ്പെടെയുള്ള മുഴുവൻ പരിഷ്കർത്താക്കളും അതിനെതിരെ മുമ്പോട്ട് വന്നു. അവസാനം ഇത് തെറ്റാണ്, ഹിന്ദുക്കളുടെ രക്തം മുസ്ലിമീങ്ങൾ ചിന്തിയിട്ടില്ല, കവിതയിൽ പരാമർശം ഒഴിവാക്കണമെന്ന് കുമാരനാശാന്റെ കവിതയെ കുറിച്ച് സീതി സാഹിബ് അടക്കമുള്ള ആളുകൾ രംഗത്തോട്ട് വന്നു. അവസാനം തിരുവനന്തപുരത്തെ മുസ്ലിം ഹോസ്റ്റലിൽ വന്ന് കുമാരനാശാൻ താൻ പറഞ്ഞത് ആ രീതിയിലല്ല, ആ അർത്ഥത്തിലല്ല എന്ന് പറയുകയും അദ്ദേഹം അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും പിന്നീട് അത് മാറ്റാൻ വേണ്ടി ഇനി ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല, ഞാൻ ഹൈന്ദവ മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി അടുത്ത ഒരു കവിത എഴുതുമെന്ന് പറഞ്ഞിട്ട് കുമാരനാശാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അന്ന് ആര് ഫേസ്ബുക്ക് എടുത്ത് വെച്ചിട്ട് കുമാരനാശാനോടൊപ്പം എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് ചെയ്ത് കളിച്ചില്ല. കുമാരനാശാൻ കവിതയിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. സീതാചക്രം എന്ന് പറയുന്ന ഒരു നോവലിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ള സ്ത്രീയുടെ മാറിടത്തെ കുറിച്ച് അന്തരിച്ചു പോയ എഴുത്തുകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അദ്ദേഹത്തിന്റെ സീതാചക്രത്തിൽ ഒരു വലിയ വീട്ടിലെ വേലക്കാരികളായ പെണ്ണുങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ, സ്ത്രീ അവയവത്തെ കുറിച്ച് പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ നോവൽ ഇപ്പോഴും ലഭ്യമാണ്. ഒന്ന് വായിച്ചു നോക്കിയാൽ പലേതന്റെ പേരിൽ കേസെടുക്കേണ്ടി വരും. ആ വാക്കുകൾ ഞാനിവിടെ ഈ സദസ്സിൽ അത് പറഞ്ഞ് ഞാനൊന്നും പറയുന്നില്ല, കാരണം ആ വാക്കുകൾ പറയാൻ എനിക്കിഷ്ടമല്ല. ഞാൻ എപ്പോഴും വാക്കുകളിൽ സഭ്യത സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി, നമ്മുടെ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി 1960 ലണ്ടനിലെ മേരി ക്യാൻഡ് എന്ന ഫാഷൻ ഡിസൈനർ മിനി സ്കേർട്ട് അവതരിപ്പിച്ചു. അദ്ദേഹം എഴുതുകയാണ്, കേരളത്തിന്റെ ഒരു മുൻ ചീഫ് സെക്രട്ടറി 1960, ഇത് നിങ്ങൾ നന്നായിട്ട് കേൾക്കണം, ബാക്കി പിന്നെ നിങ്ങൾ വായിച്ചോണം, ഞാൻ വാതിലോട്ട് പോവാണ്. 1960 ലണ്ടനിലെ മേരി ക്വാൻഡ് എന്ന ഫാഷൻ ഡിസൈനർ മിനി സ്കേർട്ട് അവതരിപ്പിച്ചു. നീളം കുറഞ്ഞ ഒരു മിനി സ്കേർട്ട് പെണ്ണുങ്ങൾ ഇടുന്ന. ഇപ്പോൾ മിനിക്ക് പ്രായഭേദമില്ല. മിനി സ്കേർട്ട് ഇപ്പൊ പ്രായഭേദമില്ലാതെ എല്ലാവരും ധരിക്കുന്നുണ്ട്. ബാക്കി എഴുതിയല്ല, കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി എഴുതിയതാണ്. പിഞ്ചു ബാലികമാർ മുതൽ സിന്ധി പശുക്കളെ വെല്ലുന്ന രീതിയിൽ കൊഴുത്തു തടിച്ച ഉപ്പുമാങ്ങ ഭരണികൾ വരെ ഈ മിനിയുടെ ആരാധകരാണ്. മിനി സ്കേർട്ട് ധരിക്കുന്നവരെ കുറിച്ച് കേരളത്തിന്റെ മുൻ കോട്ടും സൂട്ടുമിട്ട ചീഫ് സെക്രട്ടറി ഈ തൊപ്പിയും നാടിയും വെച്ച മുരിയാരല്ല, അവരെല്ലാം നിങ്ങൾക്ക് കൊത്താൻ വലിയ എളുപ്പം. അദ്ദേഹം എഴുതുകയാണ്, പിഞ്ചു ബാലികമാർ മുതൽ സിന്ധി പശുക്കളെ വെല്ലുന്ന രീതിയിൽ കൊഴുത്തു തടിച്ച ഉപ്പുമാങ്ങ ഭരണികൾ വരെ മിനിയുടെ ആരാധകരാണ്. ഞാൻ ഈയിടെ ദുബൈയിൽ ഒരു പള്ളിയിൽ പോയി കുറച്ച്
കുറച്ചു കഴിഞ്ഞപ്പോൾ ഭക്തജനങ്ങളുടെ വരവായി. നിതംബം താളാത്മകമായി ചലിപ്പിച്ച് മൈക്രോ മിനികൾ മുതൽ മണിക്രോ മിനികൾ മുൻപിൻ ഭാഗങ്ങൾ ഉദാരമായി തുറന്നിട്ടിട്ടുണ്ട്. പള്ളി നിറയെ ചെറുപ്പക്കാർ. നിങ്ങൾ നന്നായിട്ട് കേൾക്കണേ. നിതംബം താളാത്മകമായി ചലിപ്പിച്ചു മൈക്രോ മിനികൾ മുൻപിൻ ഭാഗങ്ങൾ ഉദാരമായി തുറന്നിട്ടിട്ടുണ്ട്. പള്ളി നിറയെ ചെറുപ്പക്കാർ ഈത്തപ്പഴത്തിൽ ഈച്ച പൊതിയുന്നത് പോലെ, വത്തക്കൊന്നുമല്ല, ഈത്തപ്പഴത്തിൽ ഈച്ച പൊതിയുന്നത് പോലെ കുർബാനയ്ക്ക് വേണ്ടി മാദകത്തിടമ്പുകൾ മുട്ടിന്മേൽ നിൽക്കുന്നത് കണ്ടപ്പോ എന്റെ സപ്തനാഡികളും തളർന്നുപോയി. കുർബാനയ്ക്ക് വേണ്ടി മാദകത്തിടമ്പുകൾ മുട്ടിന്മേൽ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്റെ സപ്തനാഡികളും തളർന്നുപോയി. ബന്ധനത്തിൽ നിന്നും മോചനം നേടാൻ വെമ്പുന്ന കുജകുംഭങ്ങളിലോ കുർബാനയപ്പം വിതരണം ചെയ്യുന്ന അച്ഛന്റെ കരങ്ങളിലോ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് കഴിഞ്ഞില്ല. മോചനം നേടാൻ വെമ്പുന്ന കുജകുംഭങ്ങളിലോ കുർബാനയുടെ അപ്പം വിതരണം ചെയ്യുന്ന അച്ഛന്റെ കരങ്ങളിലോ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് അറിയില്ല. ദുബൈയിലെ ഊദാമേത്തോ മെട്രോ സ്റ്റേഷന് സമീപമുള്ള ക്രിസ്ത്യൻ ചർച്ചുകളിൽ കുർബാനയ്ക്ക് വന്ന വിശ്വാസികളുടെ മാറിടങ്ങളെ വർണ്ണിച്ചുകൊണ്ട് കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി എഴുതിയ ഒരു ലേഖനത്തിന്റെ വരികളാണ് ഞാൻ വായിച്ചത്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരാളമായി വായിക്കണമെന്നുണ്ടെങ്കിൽ മലയാളത്തിന്റെ സുഹൃതം സുപ്രഭാതത്തിൽ ഇന്ന് ബഹുമാന്യനായ സുന്ദരമായ ചുരിക ചലിപ്പിച്ച ബഹുമാന്യനായ എഴുത്തുകാരൻ മിഥിലാജ് റഹ്മാനി ഇന്ന് സുപ്രഭാതത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. നിങ്ങളത് കൃത്യമായി വായിച്ചു നോക്കണം. ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്? ഈ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി എഴുതിയ ഈ പെണ്ണിന്റെ മാറിടത്തെ വർണ്ണിച്ച ഈ വാക്കുകൾക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ടോ? അതൊരു പ്രസംഗമല്ല, അത് അക്ഷരമായി ആളുകൾ ഇപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിന്റെ നോവലിസ്റ്റുകൾ പെണ്ണിന്റെ സ്ഥലങ്ങളെ കുറിച്ച് വർണ്ണിച്ച് എഴുതിയിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കേസുകളില്ല, ഫ്ലാഷ് മോബുകൾ നടത്താൻ ആളുകളില്ല, ടാഗ് ചെയ്യാൻ ആളുകളില്ല, പിന്തുണ പ്രഖ്യാപിക്കാൻ കപട മതേതരവാദികളുമില്ല. ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആ വിവാദത്തിലേക്ക് ഞാൻ ഇനി ഒന്നുകൂടി പറയുന്നില്ല. നാം ഒരു നിലപാടുകൾ സ്വീകരിക്കുമ്പോ അത് മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, പുരോഗമനവാദിയാകട്ടെ അല്ലാത്തവനാകട്ടെ, ഒരു നിലപാട് നാം എടുക്കുമ്പോൾ ആ നിലപാടുകൾ നീതിയുക്തമാകാൻ, നീതിയുക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ സാമൂഹ്യ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കേസെടുക്കലും ഈ വാദങ്ങളും ഈ ശബ്ദകോലാഹലങ്ങളും ഒന്നിന് മാത്രമല്ല, ഇതിനേക്കാൾ നന്നായി വർണ്ണിച്ച ആളുകളുണ്ട്. ജഗതി ശ്രീകുമാർ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗമൊന്നും ജൗഹർ മുനവ്വറിന്റെ പേരിന്റെ ഒരു പ്രസംഗത്തിന്റെ ഏഴയൽപക്കത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം എത്തിയിട്ടില്ല. ജഗതി പ്രസംഗിച്ചതുപോലെ എത്രയോ ആളുകൾ, ആരൊക്കെ ആളുകൾ മലയാളത്തിന്റെ ടിവി ചാനലുകളിൽ സ്ത്രീയുടെ ഈ ശരീരത്തെ കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. ആർക്കും പ്രശ്നങ്ങളില്ല. ഇവിടെ പ്രശ്നം പറഞ്ഞ ആളുടെ പേരും ജാതിയുമാണ് എന്ന് സംശയിച്ചാൽ ആ സംശയം അസ്ഥാനത്തല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും എന്റെ സഹോദരങ്ങളോട്, എന്റെ സഹോദരങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോടാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. ലാ യഫ്തിനന്നകും ശൈത്വാൻ, ആ പിശാച് നിങ്ങളുടെ മാതാപിതാക്കളെ ചതിച്ചതുപോലെ ഒരിക്കലും നിങ്ങൾ ചതിയിൽ വീടരുത്. അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ഈ പിശാച് നിങ്ങളുടെ ആദന്മ ശത്രുക്കളാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പിഴവിലേക്ക് കൊണ്ടുപോകുന്ന, നിങ്ങളെ ജീവിതത്തിന്റെ പരാജയത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന പിശാചിനോട് ഒത്തുചേർന്ന് നിന്നിട്ട് നിങ്ങൾ ആരും ഈ വേഷവിധാനം നടത്തരുത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ
അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരുന്ന വിശ്വാസികളായ വിശ്വാസിനികളായ പെൺകുട്ടികളോട് അവരുടെ വസ്ത്രത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ജീവിതത്തിൽ ചില മൂല്യങ്ങളുണ്ട്, ജീവിതത്തിൽ ചില നന്മകളുണ്ട്. ആ ജീവിതത്തിന്റെ നന്മകളുടെ ഭാഗങ്ങളിലൂടെ കടന്നു പോവുക. അല്ലാഹുവിന്റെ ഖുർആനിന് സ്ത്രീയോട് പറയാനുള്ളതെന്നാണ് അവരുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദന ഫുറൂജഹുന്ന. അല്ലാഹുവിന് വിശ്വാസമുള്ള പരലോകത്തെ പേടിയുള്ള സ്ത്രീകളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, നബിയേ, സത്യവിശ്വാസിനികളായ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്ക് നബിയേ, യഗ്ളുന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ പറയും നബിയേ. ആ കണ്ണുകളിലൂടെ അരുതാത്തത് കാണരുത്, അരുതാത്തതിലേക്ക് നോക്കരുത്, അരുതാവിയുടെ ചിന്തകൾ കടന്നു വരരുത്. അതുകൊണ്ട് പരമാവധി കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം നന്മയായിരിക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊന്നും പെണ്ണിന് മാത്രം ബാധകമാകുന്നതല്ല. നിങ്ങളുടെ കണ്ണുകൊണ്ട് അശ്ലീലമായ സിനിമകൾ കാണരുത്, അശ്ലീലമായ ചിത്രങ്ങൾ കാണരുത്, അശ്ലീലമായ കാഴ്ചകൾ കാണരുത്, അശ്ലീലം നിങ്ങൾ കാണിച്ചു കൊടുക്കരുത്. അങ്ങനെ കണ്ടാൽ പിശാച് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് കടന്നു കയറും. ആ പിശാച് നിങ്ങളെ തെറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോകും എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ശരീരത്തിന്റെ ഗുഹ്യാവസ്ഥാനത്തിന് മാത്രമല്ല വ്യഭിചാരമുള്ളത്, കണ്ണിനും വ്യഭിചാരമുണ്ട് കേട്ടോ. ഏതാണ് നബിയെ കണ്ണിന്റെ വ്യഭിചാരം എന്ന് ചോദിച്ചപ്പോ അത് അശ്ലീലമായ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കലാണ്. ഏത് അശ്ലീലതയാണോ കണ്ണ് കാണുന്നത്, ആ കണ്ണ് കാണുന്ന കാഴ്ച കണ്ണ് ഹൃദയത്തിന് കൈമാറി കൊടുക്കും. ആ ഹൃദയം നിങ്ങളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുമെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണേ. രണ്ടാമത് നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങൾ വെളിവാക്കാൻ പാടില്ല. ഇവിടെ ഇവിടെ എന്നെ നോക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ, ഓലാ യുബ്ദീന സീനതഹുന്ന, നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങൾ മറ്റൊരാളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ പാടില്ല. പെണ്ണിന്റെ സൗന്ദര്യം അനുവദനീയമായിടത്ത് മാത്രം ആസ്വദിക്കാനുള്ളതാണ്, പെണ്ണ് എല്ലാവർക്കും ആസ്വദിക്കാനുള്ളതല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, പെണ്ണേ, നിന്റെ സൗന്ദര്യം വേണ്ടെടുത്തേ വെളിവാക്കാവൂ, എല്ലാവരെയും തുറന്നു കാണിക്കരുത്. ഈ പെണ്ണ് പുരുഷനെ ആസ്വദിക്കാനുള്ളതല്ല, പെണ്ണിന്റെ സൗന്ദര്യം കൊത്തിപ്പറിക്കാനുള്ളതല്ല, പെണ്ണ് പരസ്യ പരകയിലെ പ്രതിനിധാന വസ്തുവല്ല, പെണ്ണ് ജൂവല്ലറിയുടെ പരസ്യത്തിന് വേണ്ട ഉപഭോഗ കമ്പോളത്തിന്റെ വരുമാന മാർഗമല്ല. പെണ്ണെ, നീ ആരെന്നറിയുമോ? നിന്റെ ശരീരം എന്ന് പറയുന്നത് പുരുഷനെ ആകർഷിക്കാനുള്ള കച്ചവട ചരക്കല്ല, അത് തീപ്പെട്ടിയുടെ മുകളിലെ പരസ്യമല്ല, പെണ്ണ് പരസ്യ പലകയിലെ ചൂഷണ വസ്തുവല്ല. ഖുർആൻ നിശിതമായി പറഞ്ഞത് ഇല്ല ഇല്ല. പെണ്ണെന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? നന്നായി സൂക്ഷിച്ചു പൊതിഞ്ഞു വെക്കേണ്ട പുരുഷ, നിന്റെ കരവലയത്തിൽ നീ സംരക്ഷണ വലയം ഒരുക്കേണ്ട. അല്ലാഹു നിനക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പെണ്ണ്. വലാ യുബ്ദീന സീനതഹുന്ന, നിന്റെ സൗന്ദര്യത്തെ വെളിവാക്കി കാണിക്കരുത്. ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോ ലൈവ് ചെയ്തിട്ട് തുറക്കാനുള്ളതല്ല നിന്നെ മാറിടം, തുറക്കാനുള്ളതല്ല നിന്റെ സൗന്ദര്യം. നിന്റെ സൗന്ദര്യം ദൈവം നിനക്ക് തന്ന അനുഗ്രഹമാണ്. അത് അനുഗ്രഹമായി കണ്ട് വലിയ ഗൗരവത്തോടെ സൂക്ഷിക്കേണ്ടതാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഞാൻ പറഞ്ഞത് മനസ്സിലാവണില്ലേ? സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോണത്. വലാ യുബ്ദീന സീനതഹുന്ന, നിന്റെ സൗന്ദര്യം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി ഉടനെ ഓൺ ചെയ്തിട്ട് തുറന്ന് കത്തക്ക വെച്ച് മറച്ച് അതിനുള്ളതല്ല. പെണ്ണെ, നിന്റെ സൗന്ദര്യം അത് ലോകത്തിന്റെ താളമാണ്.
അത് പ്രപഞ്ചത്തിന്റെ രാഗമാണ്. അള്ളാഹു നിനക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പെണ്ണിന്റെ സൗന്ദര്യം. ആണിന്റെ സൗന്ദര്യമല്ല. ആണിന് അത്ര വലിയ സൗന്ദര്യമൊന്നുമില്ല. പെണ്ണിന്റെ സൗന്ദര്യം ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പാണ്. അതുകൊണ്ട് പെണ്ണെ, നീ ലോകത്തിന്റെ ആധാരശിലയാണ്. മൂടി വെച്ചിട്ട് ഭർത്താവിന് മാത്രം കൊടുക്കണമെന്നല്ല പറഞ്ഞത്. ആ മൂടി വെക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആഗ്രഹമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ടാണ് പെണ്ണിനോട് ഇസ്ലാം ഇതെല്ലാം മൂടി വെക്കാൻ പറഞ്ഞത്? എന്താണെന്ന് അറിയോ? എന്താ പറഞ്ഞ? എന്നും പറഞ്ഞ തന്നെ പറഞ്ഞാൽ പോരല്ലോ. ഈ പെണ്ണിനോട് ഇതെല്ലാം മറച്ചു വെക്കാൻ പറയാൻ കാരണം എന്താ? അറിയില്ല. അല്ലാഹു അക്ബർ. ഇതാണ് ഇഫ്ളോളയൊക്കെ തുടങ്ങുന്നത്. ഇതൊക്കെ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞുതരട്ടെ? പറഞ്ഞുതരണോ? വേണ്ടേ? നിങ്ങൾ ഇങ്ങനെ കാണിച്ച ഉറക്കം വന്ന് തൂങ്ങിയിട്ട് ആടുന്നതാണോ നേരെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ അറിയാം? വേണോ എന്നുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കാൻ നോക്കട്ടെ. രണ്ട് കൈ പൊക്ക് മനുഷ്യന്മാരെ. ഉള്ള കൈയൊക്കെ പൊക്ക്. താത്തേടി ഉറക്കമൊക്കെ ഒന്ന് പോട്ട്. ഒന്നൊന്ന് ഉഷാറാവൻ. അള്ളാഹു സ്വീകരിക്കും. കുട്ടി ഇങ്ങോട്ട് എന്റെ കൂടെ കേസ് വരുമെന്ന് അറിഞ്ഞുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു ആയത്ത് പറയുന്നു. നന്നായിട്ട് കേട്ടോളൂ. ഇതിപ്പോ എനിക്ക് തുറന്നിട്ടപ്പോ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇത് തന്നെ പ്രശ്നം. അല്ലാഹു നല്ല ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇനി നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. നന്മ ചെയ്ത ആളുകൾക്ക് ദീർഘായുസ്സ് ഉണ്ടായാലേ സമൂഹത്തിന് വെളിച്ചുണ്ടാവും. അല്ലാഹു അങ്ങനെ ആക്കി കൊടുക്കുമാറാകട്ടെ. നന്നായിട്ട് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ സമയത്ത് അല്ലാഹു പറഞ്ഞത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭാര്യമാരെ തിരഞ്ഞെടുത്ത് തന്നത്. എന്റെ ഇടയിൽ പറയണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ. അല്ലാഹു വിവാഹത്തെ കുറിച്ച് പറഞ്ഞത് എന്താ? അല്ലാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. ആകാശം പോലെ ഭൂമി പോലെ അല്ലാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. അന ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ അല്ലാഹു തിരഞ്ഞെടുത്ത് തന്നത്. ആ ഇണകളെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എവിടെയോ കിടന്നൊരു പെണ്ണിനെ ഒരു നിക്കാഹിന്റെ പദം പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അതേപോലെ അന്യരായി കിടന്ന ആണും പെണ്ണും കിടപ്പറയിലോട്ട് കയറുകയാണ്. അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്കൊരു ഭാര്യയെ തിരഞ്ഞെടുത്ത് തന്നെന്ന് മാത്രമല്ല, ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. അവരുടെ ഇടയിൽ ആരും അറിയാത്തൊരു ബന്ധത്തെ ഞാൻ നൽകിയിട്ടുണ്ട്. ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ ഞാനൊരു കാന്തിക ബന്ധം പോലെ, കാന്തം പിടിച്ചു വലിക്കുന്നത് പോലെ ആണും പെണ്ണും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധമുള്ളത് കൊണ്ടാണ് അപരിചിതയായ പെണ്ണ് നിന്റെ കിടപ്പറയിൽ വന്നത്, നിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് കിടന്നത്, അവളിലൂടെ നിനക്ക് മക്കളുണ്ടായത്, മനുഷ്യന്റെ തലമുറ ലോകാവസാനം വരെ കടന്നുപോയത്. പെണ്ണെ അല്ലാഹു പറയാണ്, ഏത് പെണ്ണും ആണും തമ്മിൽ അവരുടെ ഇടയിൽ അവരറിയാത്തൊരു പരസ്പര ബന്ധമുണ്ട്. ആണും പെണ്ണും തമ്മിൽ ഈ വികാരപരമായ ബന്ധമില്ലെങ്കിൽ അവരുടെ ഇടയിൽ സ്ത്രീ പുരുഷ സംയോഗം സാധ്യമല്ല. അതിലൂടെ മനുഷ്യന്റെ തലമുറ ലോകത്ത് നിലനിൽക്കുകയില്ല. ഈ പെണ്ണും ആണും അടച്ചു വെച്ച് നടക്കുമ്പോ അവരുടെ ഇടയിൽ ഒരു വലിയ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ ചരടിനെ നിങ്ങൾ മുറിച്ചു കളയരുത്. ആണിനും പെണ്ണും തമ്മിൽ എപ്പോഴും ഒരു എന്തായാലും പറയാ ഒരു വല്ലാത്തൊരു വികാര ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പെണ്ണിനെ കണ്ട് അറിയാതെ നോക്കിപ്പോണത്. പെണ്ണിനെ നോക്കല് ഹറാമല്ല. ആണോ? അന്യ പെണ്ണിനെ നോക്കല് ഹറാമാണോ? അന്യ പെണ്ണിനെ കാണല് ഹറാമാണോ?
ഇവരെന്ത് മനുഷ്യന്മാരെ അന്യ പെണ്ണിനെ കാണല് ഹറാമില്ല. പിള്ളേർക്ക് സന്തോഷമായി, ഈ മൊയ്ലിയാരാണ് മൊയ്ലിയാർ. ഇതൊക്കെ ഈ ഷാഫി വാക്കുകൾ പറയാത്ത കുട്ടിയെ, അന്യ പെണ്ണിനെ കാണല് ഹറാമില്ല, നോക്കലാണ് ഹറാം. കാണല് ഹറാമായ പിന്നെ നമ്മളൊക്കെ നരകത്തിലല്ല. കാണുന്നത് നോക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. കാണുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ നിൽക്കുക, അതിലൂടെ ഒരു പെണ്ണ് പോയി, ഞാൻ അപ്പുറത്തോട് കൂടെ വരിക, വരുന്ന വഴിയിൽ ഏതായാലും ഈ പെണ്ണിനെ ഞാൻ കാണൂലേ? ഇല്ലേ? കാണും. അപ്പൊ പിന്നെ അത് ഹറാമായ പിന്നെ നമ്മളെല്ലാം നരകത്തിലല്ലേ? അവിചാരിതമായി നമ്മളൊരാണും പെണ്ണും നടന്നു പോകുമ്പോ ആണും പെണ്ണും തമ്മിൽ കാണും. കാണല് ഹറാമല്ല. ഇങ്ങനെ നടന്നു പോണ വഴിക്ക് അവിചാരിതമായിട്ടൊന്ന് കണ്ടിട്ട് ഉയർന്നു പോയി. പിന്നെ രണ്ടാമത് നോക്കലാണ് ഹറാം. രണ്ടാമതൊന്നുകൂടി അവളുടെ ശരീരത്തിലോട് വികാരത്തോടെ കാമത്തോടെ അവളിലേക്ക് രണ്ടാമത് നോക്കലാണ് ഹറാം. നിങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെട്ടു, നോക്കലല്ല, കാണൽ ഹറാമല്ല. അറിയാതെ കണ്ടുപോകും മനുഷ്യനാണ്. അവന്റെ കണ്ണിലൂടെ ഒരു മിന്നായം പോലെ നടന്നു പോകുന്നതല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, യുവാക്കളെ, പെണ്ണിനെ ഒരു പ്രാവശ്യം കണ്ടുപോയാൽ ആ കാണൽ അനുവദനീയമാണ്. പക്ഷേ രണ്ടാമത് എടുത്ത പെണ്ണിനെ വീണ്ടും നോക്കി നിന്നാൽ ആ നോട്ടൽ അത് പിശാചിന്റെ കളിയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ആണും പെണ്ണും തമ്മിൽ ഒരു വലിയ അടുപ്പം അല്ലാഹു നൽകിയിട്ടുണ്ട്. പെണ്ണിനോട് ആണിനൊരു കൗതുകമുണ്ട്, ആണിനോട് പെണ്ണിനൊരു കൗതുകമുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളുക. എപ്പോഴും മൂടി വെച്ചിരിക്കുന്നതിനോടാണ് മനുഷ്യന് കാണാൻ കൗതുകമുണ്ടാവുക. എപ്പോഴും മനുഷ്യന് കൗതുകം എന്തിനോടാണ്? മൂടി വെച്ചതിനോടാണ്. തുറന്നു വെച്ചതിനോടുണ്ടോ? തുറന്നു വെച്ചതിനോടുണ്ടോ? ഇല്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളെല്ലാം നടന്നു പോകുമ്പോ എന്റെ ഒരു പേന വഴി കിടക്കും, നമ്മളാ പേന നോക്കി നിൽക്കുക കൗതുകത്തോടെ? ഇല്ല. എന്നാൽ അപ്പുറത്ത് ഒരു പൊതി, ഒരു സാധനം പൊതിഞ്ഞിട്ടിരിക്കുക, ഒരു പൊതി. നിങ്ങൾ ആ പൊതി എടുത്താൽ ഇങ്ങനെ അതിന്റെ അകത്തെന്താന്ന് കാണാനുള്ള കൗതുകം വല്ലാത്ത കൗതുകം അല്ലേ? വെറുതെ തുറന്നിരിക്കുന്ന സാധനത്തിലേക്ക് ആരും നോക്കില്ല, കാരണം അത് കണ്ട് മടുത്തതാണ്. എന്നാൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം അത് കാണാൻ ഭയങ്കര കൗതുകവും ആഗ്രഹവും ഇതും മനുഷ്യന്റെ പ്രത്യേകതയാണ്. നിങ്ങളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പെണ്ണിന്റെ കൈ കാണാൻ വേണ്ടി ആരെങ്കിലും കൗതുകത്തോടെ നോക്കും? പെണ്ണിന്റെ കൈ എന്നേ തുറന്നു കിടക്കുക. ഒരു പെണ്ണിന്റെ കാൽപാദം അത് കാണാൻ കൗതുകത്തോടെ നോക്കൂ? അത് തുറന്ന് കണ്ട് അത് കാണാനുള്ള കൗതുകം കുറഞ്ഞുപോയി. എപ്പോഴും അവൾ മറച്ചു വെച്ചതിന്റെ ഉള്ളിലുള്ളത് കാണാനാണ് കൗതുകം, ആഗ്രഹം. ആ ആഗ്രഹമാണ് സ്ത്രീ പുരുഷ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇതിങ്ങനെ തുറന്നിടാൻ തുടങ്ങിയാൽ കണ്ട് ഏതൊരു സാധനവും ആദ്യമായി കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവും. അത് കണ്ട് കഴിയുമ്പോൾ അതിനോടുള്ള കൗതുകവും ആഗ്രഹവും കുറയും. അങ്ങനെ എല്ലാം തുറന്നിട്ട് പരിപൂർണ്ണ നഗ്നരായി നടക്കാൻ ആണും പെണ്ണും തീരുമാനിച്ചാൽ പിന്നെ ആണും പെണ്ണും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന്റെ വൈകാരികത നഷ്ടപ്പെട്ടു പോകും. അതും മനുഷ്യ കുലത്തിന്റെ ആവിർഭാവത്തിന് തന്നെ തടസ്സമാകും. അതുകൊണ്ട് ആണും പെണ്ണും തമ്മിലുള്ള ആഗ്രഹം നിലനിൽക്കാനാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, നീ മൂടി വെക്ക്. ഇനിയിപ്പോ എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഒന്നാമത് എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. എന്റെ പൊന്നു ഹബീബന്മാരെ, നിങ്ങൾ എന്നെ വായി പൊളിച്ച് നോക്കിയാൽ എന്താ? ഇനിയിപ്പോ അതിന്റെ മുകളിലോട്ട് എനിക്കിപ്പോ തുറന്നു പറയാൻ പറ്റില്ല. ഇത്രേ പറയാൻ പറ്റും. തമ്മത്തിൽ കിതാബ് യൗലില്ലാഹിൽ മലിക്കിൽ വഹാബ്, ഇത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തോട്ടില്ല. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞത്, ഞാൻ ഈ വിഷയം ആനുകാലികമായി പറയുന്നത്, ഇസ്ലാം മൂടിവെക്കാൻ പറഞ്ഞത് പെണ്ണിനെ അകത്തിരുത്താനല്ല, ഈ മനുഷ്യന്റെ തലമുറ നിലനിൽക്കാനാണ്. അള്ളാഹു ബോധം തരട്ടെ. നമ്മൾ ഈ മൂടിയിരിക്കുന്ന സാധനം കാണാനല്ലേ നമുക്ക് കൊതി തോന്നുക, അങ്ങനെയല്ലേ? എന്തിട്ട് പിള്ളേരാണ് നിങ്ങൾ അത്ര മുത്തക്കിങ്ങളാ? നിങ്ങൾ തുറന്നിട്ടാലും നോക്കാത്ത ആളുകളാ. നിങ്ങളുടെ ഇരിപ്പ് വന്നിട്ട് അങ്ങനെയാണല്ലോ തോന്നണേ.